ഹലോ. പ്രതിമാഷല്ലേ? അതെ. ഞാൻ പ്രീതയാണ്. എന്താ മോളെ? മാഷ് കളി നിർത്താനായിട്ടില്ലല്ലേ? മാഷ് ഞങ്ങള് മാത്രമൊന്നുമല്ല ഇവിടെ ഇത് യൂസ് ചെയ്യണം കേട്ടാ. മാഷ് അധികാകണ്ട. പൂളെന്ന് പറഞ്ഞ പൂളി കളയും. എന്തോ മാഷ പൂളിക്കളയുന്നോ? ഇതൊക്കെ എവിടുത്തെ ഭാഷയാ മോളെ? പക്ഷെ ചുരുട്ടിട്ട് അറിയാനറിയാഞ്ഞല്ല. ചുരുട്ടുന്നോ? ഇത് കേട്ടിട്ടൊന്നും മാഷ് വരണ്ടു പോവില്ല മക്കളെ കേട്ടോ. ഭീഷണി കൂട്ടിയാ മതി. കാണിച്ചരാ. മാഷ് ഞങ്ങൾ അകത്താക്കും. ഞങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ചും കുറച്ച് കാര്യങ്ങൾ നടക്കും. കാണിച്ചരാ. എങ്ങനെ അകത്ത് കയറി ഞങ്ങളും കാണിച്ചരാ. ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യാന്ന് വിചാരിക്കണ്ട. എനിക്ക് അറിയിക്കാനുള്ളത് എവിടെയാണത് അറിയിക്കേണ്ടതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് അറിയിച്ചിരിക്കും കേട്ടോ. വരട്ടിലൊന്നും ഞാൻ വീഴില്ല. മോള് ഫോൺ വെച്ചേക്ക് കേട്ടോ. കാണാം. ശരി 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 ശരി. ഹേമേ, ഹേമേ, എന്താ അവിടെ ചെയ്യണ? മാഷ് എന്താ ഇത്ര നേരം വൈകിയത്? കുറേ നേരം കാത്തി. ചായ എന്തെങ്കിലും വേണോ? കുടിച്ചായിരുന്ന? ചായ ഒന്നും വേണ്ട. എന്തി മക്കത്തിന് മ്ലാനത എന്ത് പറ്റി? ഒന്നുമില്ലടോ, സ്കൂളിലത്തെ ഓരോ പ്രോബ്ലംസ്. ഞാനും ഇപ്പൊ സ്കൂളിൽ നിന്നല്ലേ വന്നത്. സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ വിട്ടേക്ക്. നിങ്ങളെ പോലെ LP സ്കൂളല്ലല്ലോ ഇത്. എന്ത് പറ്റിയത്? എന്ത് പ്രശ്നം? എന്താ ഹയർ സെക്കൻഡറി അല്ലേ? എന്താ പത്ര മാത്രം ഉണ്ടായത്? എന്താ പിള്ളേരുടെ ഓരോ അവസ്ഥ അറിയാലോ. ഇപ്പോ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. അല്ല, ഇവര് 3 കിലോമീറ്റർ അകലെയുള്ള കുട്ടികളാണ് സ്കൂളിൽ നിന്ന്. 2 പെൺകുട്ടികൾ. അപ്പോ ഇവര് ക്ലാസ്സില് എന്തൊക്കെയോ ഈ ഡ്രഗ്സ് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് അടുത്ത് ഒപ്പരിക്കുന്ന കുട്ടികൾ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാനത് അതിലത്തെ ഒരു കുട്ടിയോട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഈ കാര്യം. ആദ്യം തന്നെ ഞാൻ നേരിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. അപ്പൊ അവരൊന്നുമില്ല, വെറുതെ പറയാണ് ഒക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അല്ല, അങ്ങനെയല്ല, സംഗതി ഉള്ളതാണേ. മാഷ് എന്തിനാ ഇത് ആലോചിച്ചിട്ട് വെറുതെ ടെൻഷനാണത്? അല്ല, അങ്ങനെ നമുക്കത് വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളല്ലേ. ശരി, സമ്മതിച്ചു. മാഷ് പഠിപ്പിക്കുന്ന കുട്ടി തന്നെയാണ്. മാഷിന് നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്ന് വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലി ഏറ്റെടുക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നെ കൊണ്ടും മേല ഓരോന്ന് കാണാൻ. അല്ല, ഒരു നിമിഷം എനിക്ക് അങ്ങനെ തോന്നി, നമ്മളെന്തിനാ വെറുതെ വയ്യാവേലിക്ക് എടുത്ത് തോളിൽ വെക്കണോ എന്നുള്ളത് തോന്നി. പക്ഷെ അത് നമ്മളൊരു ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ലല്ലോ അത്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, എന്തൊക്കെ പ്രതീക്ഷയുടെ പുറത്തായിരിക്കും അവരുടെ രക്ഷിതാക്കൾ നമ്മളെ വിശ്വസിച്ചിട്ട് കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് അയക്കണം. എൻ്റെ പൊന്നു മാഷെ, ഇന്ന് ആൺകുട്ടികളെ കണ്ട് പേടിക്കേണ്ടത് പെൺകുട്ടികളാണ്. അതേ സംഗതി സത്യം. എന്നത് പിന്നെ പറഞ്ഞാൽ അതല്ല. ഞാനിപ്പോ ഇന്ന് ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ MDMA എന്ന് പറയുന്ന സാധനം പിടിച്ചു. അതെന്താ? അതൊരു തരം സിന്തറ്റിക് ഡ്രഗ് ആണ്, മയക്കുമരുന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി ഒക്കെ കണക്കാ. പെൺകുട്ടികൾ നല്ല ആൾക്കാരാണ്, അവരെ പേടിക്കണ്ടെന്നൊരു ചിന്താഗതി പണ്ടത്തെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾ അതും വെച്ച് നടന്നാൽ നല്ല 8ന്റെ പണി കിട്ടും. അതെ, ഇക്കാര്യം ആലോചിച്ചിട്ടേ മാഷ് വെറുതെ തല പുണ്ണാക്കണ്ട കേട്ടല്ലോ. അല്ല, അതിൽ പുണ്ണാക്കേണ്ട കാര്യമുണ്ട്. ഞാനിത് പിടിച്ചപ്പോൾ ശരിക്കും പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ജന്മം പാഴാവും. മാഷൊന്ന് കണ്ണടച്ചേക്ക്. അതെ, കണ്ണടച്ചു. ഞാൻ എന്താ വെച്ചാൽ ഇനി ഇത് കാണരുത്, ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളെന്നെ സമ്മതിച്ചു ഇന്നതാണ് സംഗതി. പക്ഷെ അത് അവളും അവളുടെ ഒപ്പം ഇരിക്കുന്ന മറ്റേ കുട്ടിയും കൂടി യൂസ് ചെയ്യുന്നതാണ്. എവിടുന്ന ഈ കുട്ടികൾക്ക് ഇതിനുള്ള പൈസ? ഇവരാരുടെ കൂടെയൊക്കെ പോകുന്നത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട്? എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തോടു കൂടി അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഉപദേശിച്ചു. ഇതൊക്കെ ആക്കിയപ്പോൾ അപ്പൊക്കെ സമ്മതിച്ചു. പിന്നീട് ഈ 2 പേരും കൂടി വന്നിട്ട് എന്നെ സൈലൻ്റായിട്ട് വന്നിട്ട് വിളിച്ചു. എന്നെ ഒരുമാതിരി ഭീഷണി. ഇത്രയില്ലാത്ത മക്കളല്ലേ? ഇതുകൊണ്ടൊക്കെയാണ് മാഷിനോട് ഞാൻ പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്കൂളിലൊരു ടീച്ചർ, ആ വനജ ടീച്ചർ ഇല്ലേ, അവരുടെ മോൻ ഇതേപോലെ ടൂറ് പോയ സമയത്ത് ഇതേപോലെ എന്തോ മദ്യം എന്തോ പിടികൂടി അത്രേ. അവരുണ്ടായി, അവരുടെ മോനും ടൂറ് പോയിണ്ടായിരുന്നു. കൂടെയുള്ള ആൾക്കാരൊക്കെ കള്ളോ എന്തൊക്കെയോ സാധനങ്ങൾ, കൂടുതലായിട്ട് അറിയില്ല.
അത് ടീച്ചറോട് വന്ന് പറയും. ടീച്ചർ അവിടെയുള്ള മറ്റു ടീച്ചേഴ്സിനോട് പറഞ്ഞു. ഞാനിപ്പോ എന്താ വേണ്ട, ഞാനിത് മറ്റേ ടീച്ചേഴ്സിനോട് അറിയിക്കും. നിങ്ങളിപ്പോൾ തൽക്കാലം എന്നെ ഓർത്ത് ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. ഇതിങ്ങനെ പോവാനേ നമുക്ക് പറ്റുള്ളൂ. കുട്ടി പറഞ്ഞിട്ടുള്ളത് ഇത് റിപ്പോർട്ട് ചെയ്യോ മറ്റു വേറെ ആരെങ്കിലും അറിയോ ചെയ്തു കഴിഞ്ഞാൽ എന്നെ പോക്സോ കേസിൽ പെടുത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അല്ല, മക്കളൊക്കെ ഏത് തലത്തിലേക്കാ പോയിക്കണതല്ലേ? കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളാണ്. അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറയുമ്പോൾ ഞാനാകെ ഞെട്ടി പറിച്ചു പോയി. എൻ്റെ ശരീരത്തിൽ തൊട്ടു, ഞങ്ങളെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യും, പോലീസിൽ അറിയിക്കും. മാഷയുടെ പണിയും പോവും, മാഷ് ജയിലിലോ ജാമ്യം പോലും കിട്ടില്ല. അപ്പോൾ ഇവർക്ക് നിയമമൊക്കെ അറിയാം കറക്റ്റായിട്ട്. ഇതുവരെ പഠിപ്പിക്കാൻ ആരും, കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ ആരും ഉണ്ട്. മാഷ് തൽക്കാലം മിണ്ടാതിരുന്നോ? കാരണം എന്താന്ന് വെച്ചാല് ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇത് പുറത്താവും. മാഷ് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ ഉണ്ടാവുക മാഷിന് അറിയാലോ. അവര് മാഷിനെതിരെ പരാതി കൊടുക്കും, നമ്മൾ നാറും. മാത്രല്ല അവരുമാർ ഒരിക്കലും നേരാവില്ല. അവര് നേരെയാവില്ല. നമുക്കിങ്ങനെ പേടിച്ച് പിന്മാറാൻ പറ്റില്ല. ഇപ്പൊ 2 കുട്ടികൾ, അത് ഞാൻ പഠിപ്പിക്കണ എന്റെ ക്ലാസ്സിലെ 2 കുട്ടികൾ. നാളെ അവർ ഇതിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കില്ലേ, കുട്ടികളിലേക്ക് വ്യാപിക്കില്ലേ? അവരൊക്കെ അങ്ങനെ മോശമായി പോകില്ലേ? എന്റെ പൊന്നു മാഷെ ഒന്നും മിണ്ടാതിരിക്കോ? അവരുടെ മാതാപിതാക്കൾ നോക്കട്ടെ. മാഷിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ അവരെ മാതാപിതാക്കളെ ഇൻഫോം ചെയ്യോ ആ കുട്ടികൾ അറിയാണ്ട്? നീയെങ്കിലും ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കണം എന്താണ്? ഇത്ര സിമ്പിൾ. മാഷ് ഈ മലയാളം മാഷായിട്ട് മാഷിന്റെ ഒന്നും അറിയില്ല. ഞാൻ എന്തായാലും നാളെ അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി അതിന്റെ പേരിൽ എന്നെ പോക്സോയിൽ പെടുത്തിയാലും വേണ്ടില്ല, ഇനി എന്തായാലും വേണ്ടില്ല. അപ്പൊ ഞാൻ നിന്നോടൊന്ന് മുൻകൂട്ടി പറഞ്ഞു. എങ്കിലേ മാഷ് ഇത് മാതാപിതാക്കളെ അറിയിക്കുന്നതിന് മുൻപ് പോലീസിനെ അറിയിക്കാൻ നോക്ക്. എന്തായാലും മാഷിനെതിരെ ഒരു കംപ്ലൈന്റ് അവർ കൊടുക്കും, നമ്മൾ അറിയിക്കുകയും ചെയ്യും. പോലീസിൽ അറിയിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ നമുക്ക് അവര് ഈ പെൺകുട്ടികളുടെ ഭാവി പോവില്ലേ, പിന്നെ എന്താ ചെയ്യാ? മാഷ് അവിടെ ഇരുന്നിട്ട് അതല്ലെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കാൻ വേണ്ടി പോലീസിൽ അറിയിക്കുമെന്ന് ഞാൻ അവരോടൊന്ന് പറയാം. എന്നിട്ട് എനിക്കിപ്പോ ഒരു ഉത്തരം കിട്ടുന്നില്ല. അത് പോലീസിൽ അറിയിക്കണോ അതോ രക്ഷിതാക്കളെ മാത്രം അറിയിച്ചാൽ മതിയോ, കുട്ടികളുടെ ഭാവി പോവോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാത്തൊരു വല്ലാത്ത അവസ്ഥ ഉണ്ട് എനിക്ക്. നമ്മുടെ രവീന്ദ്രൻ ഇവിടുത്തെ CI അല്ലേ, ഒന്ന് അവരെ ഇൻഫോം ചെയ്തൂടെ? അപ്പൊ നമുക്ക് 2 പേർക്കും വൈകിട്ടൊന്നും അങ്ങോട്ട് പോവാം, എന്നിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആ കുട്ടികൾ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് രവീന്ദ്രൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള CI പോലീസുകാർക്കൊക്കെ ഇതിൽ തൽക്കാലം നമുക്കിപ്പോ വേറെ നിവൃത്തിയൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ തല വെട്ടും, ഇല്ലാച്ച നമ്മളെ കൊല്ലും. ഇതാണ് അവസ്ഥ. നമുക്ക് 2 പേർക്കും ആദ്യം രവീന്ദ്രനെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ ഉണ്ടോന്ന് വിളിച്ചു വെച്ചോക്ക്. രവീന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ നമുക്ക് പിന്നെ അവരുടെ മാതാപിതാക്കളെ അറിയിക്കൂ. ഇത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. മാഷ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ബാനേ ഹലോ, അതെ ഹേമ ടീച്ചറാണ്. ആരാ? രവി മാഷെ പറയൂ, എന്താ? അതെ ഞാൻ വീട്ടില് വന്നു, ഒന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ. മാഷ് എത്തിയിട്ടില്ല? അയ്യോ മാഷ് എന്ത് പറ്റി? അയ്യോ ചതിച്ചല്ലോ. ഞാനിപ്പോ വരാം. മാഷേ എനിക്ക് വിഷമൊന്നുമില്ല. നമ്മളെ തോൽപ്പിക്കാനൊന്നും അവർക്ക് കഴിയില്ല. തൽക്കാലം കേസിൽ കൊടുക്കാനല്ലേ പറ്റിയിട്ടുള്ളൂ. എന്ന് കരുതി നമ്മൾ തോറ്റു കൊടുത്താൽ, നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തകരേണ്ട കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് എവിടെയും പറയാം, നമുക്ക് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ചെയ്യാം. അവർക്ക് എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ.
ഒന്ന് ജയിലിലാക്കാം. എന്തായാലും ഞാൻ അറിഞ്ഞില്ലേ, കാലം ജാമ്യം കിട്ടില്ല. എന്നാലും ഇതിനു വേണ്ടി ഞാൻ പോരാടും. രവീന്ദ്രനോട് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ മാഷെ. രവീന്ദ്രൻ CI ആണ്, കുടുംബക്കാരനാണെന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആധികാരികമായിട്ട് രേഖയിലൊന്നും പരാതി കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അത് കാര്യമില്ല, നമ്മൾ സൂചിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ. കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടിക്കണേ. ഈ കാലം വളരെ ദോഷം പിടിച്ച കാലമാണ്. കുട്ടികളൊക്കെ വളരെ, നമ്മളിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലേ. നീ എത്രയും പെട്ടെന്ന് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണണം, എന്നിട്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് പൊരുതി നോക്കുക, എത്രത്തോളം പോകുമെന്ന് വെച്ചാൽ അത്രത്തോളം പോട്ടെ. കൂടെ ഞാൻ എനിക്കൊരു വിഷമമില്ല, നിനക്ക് സത്യം അറിയാലോ. ഞാൻ നിന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മളിത് പറയാതിരുന്നിട്ടോ, രക്ഷിതാക്കളെ അറിയിക്കാതിരുന്നിട്ടോ, പോലീസിനെ അറിയിക്കാതിരുന്നിട്ടോ ഒരു കാര്യമില്ല എന്ന് നീ അന്ന് പറഞ്ഞത് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഞാനത് കണ്ണടയ്ക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ 2 ദിവസം വൈകിക്കാൻ ശ്രമിച്ചു. ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ഇത് പോലീസിനെ അറിയിക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ. സാരില്ല മാഷെ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ പോലീസിനെ അറിയിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ ഇങ്ങനെ എനിക്കെതിരെ കേസ് കൊടുത്തല്ലോ. ഞാൻ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത്. അറിയൂ, ഞാൻ എൻ്റെ കുട്ടികളെ പോലെ കാണുന്ന കുട്ടികളല്ലേ. അവരുടെ ദേഹത്ത് എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റൂ. എന്നെ അതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ഇതിപ്പോ ഞാൻ അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ തന്നെ ഞാൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? അവിടെയാണ് ഞാൻ തകർന്നു പോയത്. നാട്ടിലും വീട്ടിലും ഒക്കെ പരക്കുണ്ട്. ആ കുട്ടികളും മാഷ് മോശമായി പെരുമാറിയത് ആകെ നാണക്കെടുവായി. എന്തായാലും നീ സത്യം വിശ്വസിക്കില്ലല്ലോ, അവര് പറയുന്നത് വിശ്വസിക്കില്ലല്ലോ. ഇല്ല, എനിക്ക് മാഷിനെ വിശ്വാസം. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ മാഷിന്റെ കൂടെ ഉണ്ടോ. എനിക്ക് നീ മാത്രം വിശ്വസിച്ചാൽ മതി, സത്യം നീ മാത്രം മനസ്സിലാക്കിയാൽ മതി. നാട്ടുകാർ പിന്നീട് മനസ്സിലാക്കിക്കോളും. അതൊക്കെ എന്നാലും സത്യം അധികകാലം മൂടി വെക്കാൻ പറ്റില്ലല്ലോ, അതൊരു ദിവസം പുറത്തു വരും. ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് വരാം. എന്തായാലും നല്ലൊരു അഡ്വക്കേറ്റിനെ കാണണം. മാക്സിമം കാര്യങ്ങൾ അതിന്റെ സത്യസന്ധമായിട്ട് അവരെ പറഞ്ഞ് കേൾക്കാൻ ശ്രമിക്കണം. പിന്നെ എൻ്റെ ഫോണില് അന്ന് സംസാരിച്ച ആ കുട്ടികളുടെ വോയിസ് റെക്കോർഡ് ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? ഞാനതിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ്. അപ്പൊ അതൊന്ന് റിക്കവർ ചെയ്യണം. അപ്പോ അതിന് ലോക്കില്ല, എൻ്റെ ഫോണിന് ലോക്കില്ല, നിനക്കറിയാലോ. അപ്പൊ അതിന്റെ കോൾ റെക്കോർഡിൽ പോയിട്ട് ആ കുട്ടികൾ അന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയത് റെക്കോർഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തെടുത്ത് ഒന്ന് റിക്കവർ ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്റെ കോപ്പി കൂടി അഡ്വക്കേറ്റിന് കാണിച്ചു കൊടുക്കണം. ശരി മാഷെ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോട്ടെ. നമുക്ക് എന്തായാലും ഞാൻ വേഗം വരാം മാഷെ. മാഷെ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ വേഗം വരാം.